തമിഴ്നാട് എണ്ണൂരിൽ കടലിനടിയിലെ അമോണിയ വാതക പൈപ്പ് ചോർന്നു. ഇന്നലെ രാത്രി സ്വകാര്യ വളം നിർമ്മാണ യൂണിറ്റിലേക്ക് അമോണിയം എത്തിക്കുന്ന കുഴലിലാണ് ചോർച്ച കണ്ടെത്തിയത്. പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സവും ചർമ്മത്തിൽ പൊള്ളലും കണ്ടെത്തിയതോടെ വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. തമിഴ്നാട് എണ്ണൂരിലെ കോറമന്റൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് സബ്സി പൈപ്പിലാണ് അമോണിയം ചോർച്ച കണ്ടെത്തിയത്. പെരിയകൂപ്പം എണ്ണൂർ പ്രദേശങ്ങളിൽ നാട്ടുകാർക്ക് ശ്വാസതടസ്സവും തൊലിപ്പുറമേയുള്ള പൊള്ളലും കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ ചിന്നക്കൂപ്പം, എരണവൂർ, നെട്ടുകൂപ്പം നിവാസികളിലും സമാന പ്രശ്നങ്ങൾ അറിയിച്ചിരുന്നു. പൈപ്പ് ലൈനുള്ളിലെ മർദ്ദം കുറഞ്ഞതാണ് പൊട്ടിച്ചോർച്ചയുണ്ടാവാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. പൈപ്പ് ലൈൻ പ്രീ കൂളിംഗ് ഓപ്പറേഷൻ സമയത്താണ് ചോർച്ച സംഭവിച്ചത്. രൂക്ഷമായ ദുർഗന്ധവും പ്രദേശത്ത് അനുഭവപ്പെട്ടു. അമോണിയം ചോർച്ച ഉണ്ടായതായി തമിഴ്നാട് വനം പരിസ്ഥിതി വകുപ്പ് സ്ഥിരീകരിച്ചു. രാത്രി 2 മണിയോടെയാണ് അമോണിയം നീരാവി ഫ്ലെയർ വഴി തിരിച്ചുവിട്ട് 20 മിനിറ്റിൽ പ്രശ്നം പരിഹരിച്ചതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയ 14 പേരെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. വ്യാവസായിക ദുരന്ത മേഖലയായി എണ്ണൂർ പ്രഖ്യാപിക്കണമെന്നും ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ജനം.